മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ തന്നെ ഈ ദിവ്യകാരുണ്യ ഈശോയുടെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കട്ടെ. നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ദിവസത്തെ നമ്മുടെ വിചിന്തനത്തിനായിട്ട് ഈശോനാഥൻ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈശോയുടെ ചുറ്റും വചനം കേൾക്കാനായിട്ട് ധാരാളം ആളുകൾ കൂടുകയാണ്. അപ്പോൾ ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്താണ് അവൻ നിൽക്കുക. അവിടെ മത്സ്യബന്ധനം കഴിഞ്ഞ് കുറേ വള്ളങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അതിലൊന്ന് ശിമയോൻ്റേതായിരുന്നു. അപ്പോൾ ശിമയോനോട് കർത്താവ് പറയാണ്, കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കിയിടുക. അതിനുശേഷം ഈശോ വചനം ജനങ്ങളെ പഠിപ്പിക്കുക. അതിനുശേഷം ഈശോ ശിമയോനോട് പറയുകയാണ്, ആഴങ്ങളിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയെറിയുക. അപ്പോൾ ശിമയോൻ പറയുന്നുണ്ട്, കർത്താവേ, രാവേറെ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ആഴങ്ങളിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയെറിയുക എന്നാണ് ഈശോനാഥൻ ശിമയോനോട് പറയുന്നത്. നിന്റെ ജീവിതത്തിൻ്റെ കുറവുകളുടെ ആഴം നീ മനസ്സിലാക്കണമെന്ന് ഈശോ പഠിപ്പിക്കുക. ശിമയോൻ ഒന്നും കിട്ടിയില്ലെന്ന് പറയുക. അപ്പോൾ ആഴങ്ങളെ തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ കുറവുകളുടെ ആഴം നീ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് നോക്കാൻ മടിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളിലേക്ക് നോക്കാൻ മടിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ബലഹീനതകളുടെ ആഴം എത്രയെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തിന്മ പ്രവൃത്തിയുടെ ആഴം നമ്മൾ തിരിച്ചറിയണം. നീ ചെയ്യുന്ന തിന്മ കൊണ്ട് നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന നാശത്തിൻ്റെ ആഴം നീ തിരിച്ചറിയണം. നീ ചെയ്യുന്ന തിന്മ പ്രവൃത്തി കൊണ്ട് നിന്റെ കുടുംബത്തിലുണ്ടാകുന്ന നാശത്തിൻ്റെ ആഴം നീ തിരിച്ചറിയണം. നീ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചയുടെ ആഴം നീ തിരിച്ചറിയണം. ആഴങ്ങൾ തിരിച്ചറിയുന്നവനെ ദൈവകൃപയെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നോമ്പ് കാലം നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളുടെ, നമ്മുടെ ജീവിതത്തിൻ്റെ വീഴ്ചകളുടെ, നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ ആഴം തിരിച്ചറിയുന്ന ഒരു ദിവസങ്ങളായിട്ട് മാറട്ടെ. നമ്മുടെ ജീവിതത്തെ നമ്മൾ ശരിക്കും പരിശോധിക്കണം. കുറവുകൾ എത്ര വലുതാണ്, ഈ കുറവിലൂടെ ഉണ്ടാകുന്ന നാശവും തകർച്ചയും എത്ര വലുതാണ്. അത് തിരിച്ചറിയുമ്പോൾ പത്രോസ്ലീഹ വിളിച്ചു പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ബലഹീനതയുടെ ആഴം കർത്താവിൻ്റെ മുൻപിൽ ഈ ശിമയോൻ വിളിച്ചു പറയുക, ഒന്നും കിട്ടാത്തത്ര ആഴം, ഒന്നും കിട്ടിയില്ല കർത്താവേ. എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനത, കുറവ് എന്ന് പറയുന്ന ആഴത്തിലുള്ളതാണ് കർത്താവേ. അതെൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്നതാണ്, എൻ്റെ ചുറ്റുമുള്ളവരെ നശിപ്പിക്കുന്നതാണ്. നിന്റെ കൃപ എന്നിലേക്ക് ഒഴുകാനാവാത്ത വിധത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ കുറവെന്ന് ഞാൻ തിരിച്ചറിയുന്ന കർത്താവേ, ഈ കുറവിൽ ഞാൻ ഒന്നും നേടിയിട്ടില്ല. ഇങ്ങനെ ദൈവത്തിന് മുമ്പിൽ കുറവിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഈ നോമ്പ് കാലം അതിനുള്ള അവസരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. കുറവുകൾ ഏറ്റുപറയുന്ന ശിമയോൻ വള്ളവും വലയും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ കൂടെ യാത്രയാവുകയാണ്. പ്രിയപ്പെട്ടതിനെ ഉപേക്ഷിക്കുന്ന കാലഘട്ടം. നമ്മളൊക്കെ ചിലതിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കാൻ നീ ഈ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതി സൂക്ഷിച്ചിരിക്കുന്ന തടസ്സമാണ് എങ്കിൽ അതിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. ദൈവത്തെ ആഴത്തിൽ സ്നേഹിക്കാൻ, ദൈവത്തെ എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് സ്നേഹിക്കാൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് സാധിക്കുമ്പോഴാണ് ദൈവകൃപ നിന്നിലേക്ക് ഒഴുകുകയുള്ളൂ എന്ന് നീ തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ശരിക്കും പരിശോധിക്കാം. നോമ്പുകാലം കുറവുകളുടെ ആഴം മനസ്സിലാക്കാനും ആ കുറവുകളെ ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയാനും, ആ കുറവിനെ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൻ്റെ കുറവുകൾ ഉപേക്ഷിച്ച്
ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൂടുതൽ അടുക്കാനുമുള്ള കാലഘട്ടമാണ്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈശോനാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും അങ്ങ് കടന്നു ചെല്ലണമേ. ഇവരെ സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഈശോനാഥ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, പഠന മേഖലകളിൽ നിന്ന്, പരീക്ഷകളിൽ നിന്ന്, പോകുന്ന വഴികളിൽ നിന്ന് സർവ്വ തടസ്സങ്ങളും പരാജയങ്ങളും തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.